ഇത് കർണാടകയിൽ രാമദേവര ബെട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്തത്. ശരിക്കും ഒരു ഗ്രാമപ്രദേശമായിരുന്നു അന്ന്, അത് വളരെ ഉൾപ്രദേശമായിരുന്നു. അവിടെ അന്ന് ഒരുപാട് കാശ് ചെലവാക്കിയിട്ടാണ് അന്നൊരു സെറ്റ് ഇട്ടതും. അതുപോലെ തന്നെ മാംഗ്ലൂർ മൈസൂർ റോഡിൽ അന്ന് അങ്ങനെ വലിയ റോഡൊന്നും ഇല്ല, എന്നിട്ട് അവിടെ ഒരു ടാറിട്ടൊരു റോഡ് തന്നെ ഇതിനു വേണ്ടി പണിത് സാധനങ്ങളും ഇവർക്ക് ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സാധനങ്ങൾ കൊണ്ടെത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരു വലിയ റോഡ് തന്നെ പണിതിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഇന്ന് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇന്ന് ഒരുപാട് മാറ്റങ്ങളോട് വന്നു. പക്ഷെ അതിന് ഓരോ സ്ഥലങ്ങൾക്ക് ഇപ്പൊ ഗബ്ബാർ സിംഗ് എന്ന് പറയുന്ന അതിലെ വില്ലൻ കഥാപാത്രം, അംജദ് ഖാൻ ചെയ്ത വില്ലൻ കഥാപാത്രത്തിന്റെ അദ്ദേഹം ഇരിക്കുന്ന ഒരു മല മുകളിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഒരു പേരുണ്ട്, ഞാൻ ആ പേര് മറന്നുപോയി. അതുപോലെ സിപ്പി നഗർ, ഇപ്പൊ രമേശ് സിപ്പി, അദ്ദേഹത്തിന്റെ അച്ഛൻ സിപ്പി, ജി കെ സിപ്പി, അപ്പൊ ഇവരുടെയൊക്കെ പേര് സിപ്പി നഗർ എന്ന് വിളിക്കുന്നുണ്ട്. അന്ന് അവിടെ ഇതിന്റെ സെറ്റ് പണിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഗ്രാമപ്രദേശത്തിലുള്ള അവിടുത്തെ ആളുകളെ തന്നെയാണ് കൂടുതലും ജോലിക്ക് വിളിച്ചത്. അന്ന് അവർക്കൊക്കെ ഒരു ആവറേജ് ഒരു ദിവസം 7 രൂപ കൂലി കിട്ടുമ്പോൾ അന്ന് ജി പി സിപ്പി നിർമ്മാതാവ് അദ്ദേഹം 10 രൂപയാണ് കൂലി കൊടുത്തിരുന്നത്. അപ്പൊ കുറെ പേർക്ക് തൊഴിൽ വന്നു കൊടുത്തു. അന്നത്തെ വലിയ സംഭവം. നമുക്ക് പിന്നെ ചിന്തിച്ചു നോക്കി 73, 74 കാലഘട്ടങ്ങളിലൊക്കെ ഇത്ര വലിയ ബഡ്ജറ്റിൽ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 3 കോടി രൂപയാണ് ആ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന്. അത് പിന്നീട് ടോട്ടൽ കളക്ട് 5 വർഷം കൊണ്ട് 30 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അന്ന് അതൊക്കെ ഒരു വലിയ 70കളിലാണെന്ന് പറയണം 30 കോടി കളക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരുപാട് പേർക്ക് ആ ഗ്രാമത്തിൽ ജോലി കിട്ടി. അതിലൊരു സീനിൽ ഒരു കുട്ടി നിലത്ത് വീഴുന്നതും ഒരമ്മ ഓടി വന്ന കുട്ടീനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അതൊരു ചെറിയൊരു കുട്ടി, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയായിട്ട് അന്ന് അഭിനയിച്ച അവിടുത്തെ തന്നെ ആ ഗ്രാമത്തിലെ തന്നെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രായമായി. ബോറമ്മ എന്നെന്തോണ് ആ സ്ത്രീയുടെ പേര്. അതുപോലെ അന്ന് ആ സ്ത്രീയുടെ അമ്മയായിട്ട് അഭിനയിച്ച പ്രശസ്ത നടിയും അതുപോലെ തന്നെ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റൊക്കെ ആയ ഒരു ലേഡിയാണ്. അവര് രേഷ്മ പട്ടാൻ എന്നാണ് അവരുടെ പേര്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണ് അവര്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് അസോസിയേഷനിലൊക്കെ ആദ്യമായിട്ടൊരു ലേഡിക്ക്, ഒരു സ്ത്രീക്ക് മെമ്പർഷിപ്പ് കിട്ടിയത് ഇവർക്കാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ഒരുപാട് ഭയങ്കര ഒരു കഴിവുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ തന്നെ ശരിക്കും ഒരു കഥ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ളത് അത്രയ്ക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അവർക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു ഷോലെ.